വീണ്ടും വാർത്തകളിലേക്ക്. വയനാട് ഭൂമി കച്ചവടം നടത്തിയെന്ന കെ.ടി. ജലീലിന്റെ ആരോപണത്തിൽ നിയമ നടപടിക്കൊരുങ്ങി മുസ്ലിം ലീഗ്. കെ.ടി. ജലീലിനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ലിനറ്റ് വർഗീസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്ന്. ലിനറ്റ്, ഈ ഭൂമി തോട്ടഭൂമിയാണെന്നത് വ്യാജ ആരോപണം എന്നാണോ മുസ്ലിം ലീഗ് പറയുന്നത്? എന്താണ് കേസിലേക്ക് പോകുന്നതിന്റെ നടപടി? രുചീഷ്, ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി പുനരധിവാസത്തിനായി ലീഗ് മേടിച്ച ഭൂമി തോട്ടഭൂമിയാണ് എന്നുള്ള പ്രാഥമിക കണ്ടെത്തൽ ഈ ലാൻഡ് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് കെ.ടി. ജലീൽ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇന്നലെ പത്രസമ്മേളനം ഒക്കെ തന്നെ നടത്തുകയും ചെയ്തത്. ആ സമയത്താണ് മുസ്ലിം ലീഗ് ഭൂമി കച്ചവടം നടത്തി എന്ന വാദവുമായി കെ.ടി. ജലീൽ സംസാരിച്ചത്. ഇതേ തുടർന്ന് തങ്ങൾക്കത് ബുദ്ധിമുട്ടായി എന്നാണ് ലീഗിന്റെ വയനാട് നേതൃത്വം അറിയിച്ചത്. ഇതിനെ തുടർന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനാണ് വയനാട് മുസ്ലിം ലീഗിന്റെ തീരുമാനം. നേതൃത്വമാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സംഭവം ഈ തോട്ടഭൂമിയാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചും മുസ്ലിം ലീഗ് നേതൃത്വം സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ പുനരധിവാസത്തിനായി കണ്ടെത്തിയ ഭൂമി തോട്ടഭൂമിയല്ല എന്നും ഇതിൽ ഭൂമി കച്ചവടം നടത്തിയിട്ടില്ല എന്നൊക്കെ തന്നെ വാദിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഇന്ന് സംസാരിച്ചത്. അതോടൊപ്പം ജലീലിന്റെ വാദം പ്രത്യേകമായി തള്ളി പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ നേതൃത്വം സംസാരിച്ചത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം ഈ തോട്ടഭൂമിയാണ് എന്ന് ജലീൽ വരുത്തി തീർക്കുകയാണ് എന്നുള്ള വാദമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. ജലീൽ മുസ്ലിം ലീഗിൽ നിന്ന് കഴിഞ്ഞിടയ്ക്ക് വിട്ടു മാറുകയും പിന്നീട് CPM-ലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നുള്ള രാഷ്ട്രീയമായ വിവാദങ്ങളെയൊക്കെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി എല്ലാ കാലത്തും സമീപകാലത്തെല്ലാം തന്നെ മുസ്ലിം ലീഗിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു നേതാവ് തന്നെയാണ് കെ.ടി. ജലീൽ. കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങളിലെല്ലാം മുസ്ലിം ലീഗിനെതിരെ CPM-ൽ നിന്ന് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയ നേതാവ് കൂടിയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കേസാണ് വയനാട്ടെ ഈ ഭൂമി കുംഭകോണം ഉയർത്തിക്കൊണ്ട് ജലീൽ നടത്തിയത്. എന്തായാലും ആ കേസിൽ ജലീലിനെതിരെ നിയമ നടപടിക്ക് പോവുകയാണ് മുസ്ലിം ലീഗ്.